പരേഡ് ഞാൻ ലീഡ് ചെയ്തപ്പോ എന്റെ അച്ഛനും അമ്മയും മാത്രം വന്നില്ല എന്നുള്ള ഭയങ്കര സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. നടിയും അവതാരകയുമായ ശില്പ ബാല ഈ അടുത്ത് മകളുടെ സ്കൂളിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയിരുന്നു. മകളുടെ സ്കൂളിലെ സ്പോർട്സ് ഡേക്ക് സർപ്രൈസ് ആയി അമ്മയും അമ്മമ്മയും കൂടി ചെല്ലുന്ന ഒരു വ്ലോഗാണ് ശില്പ ബാല അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത്. ശില്പ ബാലയുടെ യൂട്യൂബ് വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം, അവർ കൂടുതലും ഫാമിലി വിശേഷങ്ങളാണ് പങ്കുവെക്കാറുള്ളത്. അതിൽ തന്നെ നല്ല നല്ല പാരന്റിംഗ് ടിപ്സും ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ തിരക്ക് പിടിച്ച ലൈഫിൽ പല പാരന്റ്സും മിസ് ചെയ്യുന്നതും ഇത്തരം മൊമെന്റ്സുകളാണ്. കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പാരന്റ്സിനൊപ്പം പങ്കിടുമ്പോഴാണ്. ഇപ്പോൾ ശില്പ ബാല മകൾ തക്കുടുവിന്റെ സ്കൂളിൽ സ്പോർട്സ് ഡേക്ക് സർപ്രൈസായി ചെല്ലുമ്പോഴുള്ള ക്യൂട്ട് സർപ്രൈസ് ആണ് വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ്. ഡാൻസും റിംഗ് ചാട്ടവും റണ്ണിംഗ് റേസും ഒക്കെ തക്കുടു അടിപൊളിയായി പെർഫോം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം. ഇങ്ങനെയുള്ള മൊമെന്റ്സുകൾ പാരന്റ്സായി നിങ്ങളും മിസ് ചെയ്യരുത്. ഇന്ന് തക്കിട്ടുവിന്റെ സ്പോർട്സ് ഡേ ആണ് സ്കൂളില്. സോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി, ബിക്കോസ് സ്പെഷ്യലി ഞാൻ, കാരണം എപ്പോഴും ഇങ്ങനെ ഒരു കമ്പനി ഇല്ലാണ്ട് പോകുമ്പോൾ ഒരു സുഖമില്ല. വിഷ്ണുവിന് എപ്പോഴും വരാൻ പറ്റാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അമ്മ കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി തക്കിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇന്ന് തക്കിട്ടു എന്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുത്ത് ഇതൊരു കിടിലം മെമ്മറി ആക്കി വെക്കാമെന്ന്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരങ്ങളിൽ എൻ്റെ മകൾ തവളച്ചാട്ടത്തിന് 1ാം സ്ഥാനം നേടി അച്ഛനെയും അമ്മയും അഭിമാനം കൊള്ളിച്ചിരുന്നു. ഇത്തവണ ഈ സ്കൂളിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ പഴയ സ്കൂളിലായിരുന്നെങ്കിൽ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓരോ ഐറ്റമിന്. ഈ സ്കൂളിൽ അങ്ങനെ പ്രാക്ടീസ് സെഷൻ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു സ്പോട്ടിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് എന്നുള്ളത്. എന്തായാലും ചിയർ ഗേൾസ് ആയിട്ട് അവൾ ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. 2-3 ദിവസമായിട്ട് ടേലർ സ്വിഫ്റ്റിന്റെ ഒരു പാട്ട് എൻ്റെ അടുത്ത് വെച്ചോണ്ടിരിക്കാൻ പറയും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മാതിരി ഡെഡിക്കേഷനുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പോകുമ്പോൾ അമ്മയ്ക്ക് പഴയ ഓർമ്മകൾ വരാറുണ്ടോ? എൻ്റെ സ്കൂൾ സ്പോർട്സ് ഡേക്കും ആനുവൽ ഡേക്കൊക്കെ പോയതിന്റെ ഓർമ്മകൾ വല്ലതും? ഓർമ്മകളൊക്കെ വരാറുണ്ട്. പക്ഷെ നിങ്ങള് സ്പോർട്സിലൊക്കെ എപ്പോഴും തോറ്റി തൊപ്പിട്ട് സ്വയം കോമഡി വന്ന് ചുമക്കുന്നു. തക്കിട്ടുമാണ് എന്റെ പ്രൈഡ്. ആള് എപ്പോഴും സ്പോർട്സിൽ എന്തെങ്കിലുമൊക്കെ പ്രൈസ് വാങ്ങിക്കുന്നത്. തവളച്ചാട്ടെങ്കിൽ തവളച്ചാട്ടം. അമ്മ അത് എനിക്ക് എന്റെ സ്കൂളിൽ തവളച്ചാട്ടം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കാണിച്ചായിരുന്നു. ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് എത്തുന്നതിനുള്ള പ്രൈസ് വാങ്ങിക്കുന്ന പിള്ളേരായിരുന്നു. പക്ഷെ നമുക്ക് ഓർമ്മയുണ്ട് ഒരു ഡോഡ്ജ് ബോൾ എന്നിട്ട് ഒരു ഐറ്റമിന് ഒരു പ്രാവശ്യം ഒരു മെഡൽ എടുത്തോണ്ട് ഞാൻ വീട്ടിൽ വന്ന്. അത് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. കൂട്ടത്തിൽ കളിക്കുന്ന ഒറ്റക്ക് കളിക്കുന്ന ഒന്നിനും ഒന്നും കിട്ടാറില്ല അല്ലെ. അതുകൊണ്ട് അമ്മ വളരെ നിരാശയായി തല കുനിച്ചാണോ സ്കൂളിൽ നിന്ന് ഇറങ്ങാറ്? ഇല്ല, ഡാൻസിനും പാട്ടിനൊക്കെ ഞാൻ മിടുക്കിയ. ഒരു ബ്ലെസ്ഡ് മെമ്മറി തന്നെയാണ്. പക്ഷെ അതെ, വേറൊരു സമയത്ത് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഫുൾ പരേഡ് ഞാൻ ലീഡ് ചെയ്തപ്പോ എന്റെ അച്ഛനും അമ്മയും മാത്രം വന്നില്ല എന്നുള്ള ഭയങ്കര സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. കാരണം ബാക്കിയുള്ള കുട്ടികളുടെ പേരൻസിനൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചാണ് ഇനി എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും തക്കിട്ടൂന്റെ സ്കൂളില് ഒരിക്കലും എനിക്ക് പോവാതിരിക്കാനുള്ള ഇട വരരുത്. കാരണം ഇപ്രാവശ്യം അവളുടെ ക്രിസ്മസ് ഫംഗ്ഷനും പോയപ്പം സ്റ്റേജിൽ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുമ്പോഴും അവളെ കണ്ണ് നോക്കണത് ഞാൻ എവിടെയാണെന്ന് കംപ്ലീറ്റ്ലി തപ്പാണ്. അപ്പൊ ആ ഒരു കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എനിക്ക് എന്തോ ഒരു ഷൂട്ട് വന്നപ്പോ അവളുടെ സ്കൂൾ ഫംഗ്ഷൻ, അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ അവരെ കൺവിൻസ് ചെയ്തൊന്ന് റീസ്കെഡ്യൂൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് ഐ വുഡന്റ് മിസ് ഇറ്റ് ഫോർ ദ വേൾഡ്, ബിക്കോസ് അത്രയും സ്പെഷ്യലാണ്. നമ്മൾക്ക് അവരുടെ സ്പെഷ്യൽ ഡേ ഒന്നും നമുക്ക് പിന്നെ കിട്ടിയെന്ന് വരില്ല സ്കൂളിന്റെ ഒക്കെ. അപ്പം അത് മാക്സിമം നമ്മൾ സ്പെഷ്യൽ ആക്കാം, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കാന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. വർക്കിംഗ് പേരൻസ് ഒക്കെ ആണെങ്കിൽ പോലും അത് ലൈഫിൽ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ദുബായിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി മിസ് ചെയ്യില്ലായിരുന്നു. അത് പക്ഷെ അതൊന്നും അറിയില്ല. കാരണം എവറി അതർ ഡേ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവുമല്ലോ. സോ അതിനൊക്കെ ഇപ്പൊ ഈ പറയുന്ന പോലെ ചില സമയത്ത് ഡാൻസും അതും ഇതൊക്കെ ആകുമ്പോൾ അമ്മ രാവിലെ നമ്മൾ ഒരുക്കി വിട്ട് ഡ്രസ്സ് വെച്ച് അങ്ങനെ പരേഡിന്റെ ഫോട്ടോ നെക്സ്റ്റ് ഡേ പേപ്പറിലും കൂടെ വന്നു. അപ്പോഴാണ് ഭയങ്കര വിഷമം വന്നത്. അതെ, അപ്പൊ എന്തായാലും അതൊക്കെയാണ് അല്ലെ നമുക്ക് ഓർമ്മ വരുന്നത് സ്കൂളിലേക്ക് പോകുമ്പോ. സോ ലൈഫ് സോ നമ്മൾ ഹാപ്പി ആയ കുറെ മൊമെന്റിനെ കാണും. നമ്മള് ചില മൊമെന്റ് സാഡ് ആയ മൊമെന്റ് ആണ് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഓർമ്മ വെക്കാം. അത് മാത്രല്ല, ഞാൻ വേറൊരു ടച്ച് വുഡ്
ബ്ലെസ്ഡ് ആണ് വേറൊരു കാര്യത്തില്. കാരണം എൻ്റെ അമ്മൂമ്മയ്ക്ക് ഒരിക്കലും എൻ്റെ സ്കൂളിൽ വന്ന് എൻ്റെ ഒരു പരിപാടിയും കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ അമ്മേനെ വിളിച്ച് ചോദിക്കും അവൾ എന്താ ചെയ്തേ. ആ സമയത്ത് വാട്സപ്പോ അതും ഇതൊന്നും ഇല്ല, ഫോട്ടോ അയക്കാനോ വീഡിയോ അയക്കാനോ പറ്റില്ല. നമ്മള് വെക്കേഷനിൽ നാട്ടിലേക്ക് വരുമ്പോൾ മൊബൈലല്ല ക്യാമറയിൽ റെക്കോർഡ് ചെയ്തത് കാസറ്റിലാക്കിയിട്ടാണ് അമ്മമ്മ ഇരുന്നിട്ടല്ലേ എൻ്റെ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ കാസറ്റിൽ കോപ്പി ചെയ്തിട്ട് അമ്മ നാട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അച്ഛനും അമ്മമ്മയും ഇരുന്ന് ടി വിയിൽ കംപ്ലീറ്റ് അത് എന്തോ ഒരു വലിയ പരിപാടി കാണുന്ന പോലെ ചായ ഒക്കെ കുടിച്ച് ഇരുന്ന് കാണും. ആ വർഷത്തിൽ ആ ഒരു മാസത്തിന് വേണ്ടി അവര് വെയിറ്റ് ചെയ്യും അങ്ങനത്തെ ഒക്കെ പരിപാടികൾ കാണാൻ. അപ്പൊ അത്ര മാത്രമേ എൻ്റെ അമ്മമ്മയ്ക്കൊക്കെ കാണാൻ പറ്റിയുള്ളൂ നേരിട്ട്. സോ ഇപ്പൊ തക്കിട്ടു സോ ബ്ലെസ്ഡ് ബിക്കോസ് അതെ എപ്പോഴും കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴെങ്കിലും അച്ഛനും അമ്മയൊക്കെ വരുമ്പോ ഇങ്ങനെ ഒന്ന് ഒത്തു വന്നു കഴിഞ്ഞാൽ അവൾക്ക് അത് ഡെഫിനറ്റ്ലി ലൈഫ് ലോങ് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി തന്നെയാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെ മെമ്മറിയാണ് നമ്മൾ അവിടെ ഉണ്ടാക്കാൻ പോണെന്ന് നമുക്ക് കണ്ടറിയാം. A warm welcome to Ms. Simi, our esteemed guest, to Maria Namat, head of IB, and all the teachers, students, and staff. Whether you're here as a student, teacher, staff member, or parent, you're all a part of making today a memorable start to what we hope will be an annual tradition. We are incredibly privileged to have with us an Olympian, Sini, an accomplished spirit athlete who specializes in the 400-meter race. Miss Sini has earned a gold medal in the 4x400 meter relay. Of students where we can hold our annual day this year. So I'm grateful to each one of you. I'm grateful to the parents who trusted us with their children for us to grow and actually have our first annual day. Thank you so much, everyone. Let's all hear it for the PYP champion! In the third place we have കോമ്പറ്റീഷനുമായി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതിന്റെ ഇടയ്ക്ക് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ചൂട്, ഭയങ്കര ടയറിങ്. ഈ ജാക്കറ്റിൽ കൂടി ഇട്ട് ഞാനിങ്ങനെ വെന്തിരിക്കുകയാണ്. ഒന്നും ചെയ്യാതെ കണ്ടുകൊണ്ടിരുന്നവർ വളരെ തളർന്ന ഒരു സ്പോർട്സ് ഡേ ആയിരുന്നു. അത്രയ്ക്കും ചൂടായിരുന്നു. പക്ഷെ ഒരു ക്യൂട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അമ്മ ആദ്യമായിട്ടാണ് തക്കിട്ടുണ്ടെ സ്കൂള് കാണുന്നത്. അപ്പം അതും സ്പോർട്സ് ഡേയും ടീച്ചേഴ്സിനൊക്കെ അമ്മ മീറ്റ് ചെയ്ത്. ഹൗ ഡു യു ഫീൽ? സ്കൂള്, നല്ല ടീച്ചേഴ്സ്,
ഭയങ്കര എനർജറ്റിക് ആണ് അവളുടെ ടീച്ചർ സ്പെഷ്യലി. അതെ അതെ. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് അടുത്ത വ്ലോഗിൽ അടുത്ത പ്രാവശ്യം കാണാം. ആ സമയത്ത് മമ്മി ഇവിടെ ഉണ്ടാകുമോ? ഇൻഷാല്ലാ. ഓക്കെ, ബൈ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.